നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. ഞാൻ ഗീതാ ശിവൻ. ഇന്നത്തെ നക്ഷത്ര വിശേഷങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. 4/4/2025 വ്യാഴാഴ്ച, ചതയ നക്ഷത്രം 11:36 വിനാഴിക വരെയുണ്ട്. അതായത് 10:51 വരെയാണുള്ളത്. ചതയ നക്ഷത്രം ഒരു ഊന്നാളാണ്. വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാവുന്നൊരു നക്ഷത്രമാണ്. ചതയ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ രാഹുവാണ്. രാഹു 18 വർഷം വരെയുള്ളതാണ്. അപ്പം ജനിച്ച സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാഹുർദശ എത്ര കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഒരു ദശാപകാര ദശാകാലങ്ങളെന്ന് പറയുന്നത് രാഹു 18, വ്യാഴം 16, ശനി 19, ബുധൻ 17, കേതു 7, ശുക്രൻ 20, ആദിത്യൻ 6, ചന്ദ്രൻ 10 എന്നിങ്ങനെയാണ് ഒരു ദശാകാലങ്ങളുള്ളത്. മൃത്യുദോഷത്തിൽ അഹന്നാൾ ദോഷം മാത്രമേ ഇവർക്കുള്ളൂ. അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ചതയ നക്ഷത്രം. ചതയ നക്ഷത്രത്തിൽ ജനിക്കുന്ന അവൻ മുഖം നോക്കാതെ തന്നെ സംസാരിക്കുക അവരുടെയൊക്കെ ശത്രുതയ്ക്ക് കാരണമായി തീരുന്നുണ്ട്. തൻ്റെ നയം കൊണ്ട് ശത്രുക്കളെ ജയിക്കാൻ പ്രത്യേക കഴിവുള്ളവരാണ് ഇവർ. അന്ധവിശ്വാസമില്ലാത്തവരായും നിസ്സാര കാര്യങ്ങൾക്ക് പോലും പിണങ്ങുന്നവരായും ഒട്ടനവധി ഗുണങ്ങളുള്ളവരായും എന്നാൽ പിശുക്കുള്ളവരായും ഒക്കെ ഈ ചതയ നക്ഷത്രക്കാരെ കാണാം. ചതയ നക്ഷത്രക്കാർ ഇടവം 1:15 നാഴിക ചെല്ലുമ്പോൾ ഉച്ചയാകുമെന്നാണ് പറയുന്നത്. ഈ ചതയ നക്ഷത്രക്കാരുടെ കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ മധ്യാഹ്ന ഭാഗം ഏകദേശം ചെറുപ്പത്തിലും ഒരു മധ്യാഹ്ന ഭാഗത്തുമൊക്കെ വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇവർ. ഇവരുടെ ശനിദശയൊക്കെ വളരെയധികം കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. അപ്പം ഇപ്പോഴങ്ങനെയൊക്കെയുള്ള ശനിദശാകാലം അനുഭവിക്കുന്ന ചതയ നക്ഷത്രക്കാരുണ്ട്. എല്ലാ നക്ഷത്രക്കാരും ഉണ്ട്. ശനിദശ 19 വർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കണ്ടകശനി, ഏഴര ശനി ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ജീവിതം തന്നെ വളരെ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്തൊന്നും ഭയന്ന് പോകാൻ ഇടവരരുത്. എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടതകൾ ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടങ്ങൾ വളരെ ലഘുവായിട്ട് തന്നെ പോകാൻ പറ്റും. കഴിവതും ദോഷകരമായിട്ടുള്ള സമയങ്ങളിലാണ് സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം കഴിവതും ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കഴിവതും ഒഴിവാക്കുക. ഇപ്പം വിദ്യാഭ്യാസത്തിനാക്കുന്നതിന് വിദേശത്തൊക്കെ പോയി ഈ പൈസയൊന്നും ഇല്ല, എല്ലാം നഷ്ടപ്പെടുത്തി ഒരു കുട്ടിക്ക് ഉപരിപഠനത്തിലേക്ക് കടത്തി വിടണം. അങ്ങനെയൊക്കെ നമ്മുടെ സമയം കൂടെ നോക്കിയിട്ട് വേണം വിടാൻ. ചിലപ്പോഴാണ് അവിടെ ചെന്നാൽ ഇത്രയും പൈസയൊക്കെ മുടക്കി ആ കുട്ടിയെ അവിടെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പം അവിടെ വിദ്യാഭ്യാസം തുടർന്ന് പോകണമെന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കി വേണം എന്തൊരു കാര്യത്തിനും, അതും പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം ഈ കാലഘട്ടത്തിൽ ഉള്ളവരൊക്കെ. വേറെ രാഹുർദശ കാലത്തൊക്കെ ചെറുപ്പമാണെങ്കിൽ വളരെ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യം. ജനിക്കുമ്പം തന്നെ ഈ കുട്ടി രാഹുർദശയിലാണല്ലോ ജനിക്കുന്നത്. ചതയ നക്ഷത്രക്കാർ രാഹുർദശയിലാണ് ജനിക്കുന്നത്. ആ ജനിക്കുന്ന കുട്ടിക്കും രോഗാതി ദുരിതം, അതിനോടൊപ്പം തന്നെ മാതാപിതാക്കളും കഷ്ടത അനുഭവിക്കാനൊക്കെ ഒരു യോഗമൊക്കെ കാണും. അത് ആ ജാതകം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതിനൊക്കെ. അതുപോലെ ഇവരുടെ ശനിദശ 19 വർഷം വളരെ ദുരിതപൂർണമായിട്ടുള്ള കാലഘട്ടമായിരിക്കും. ശനി ജാതകത്തിൽ എത്രമാത്രം അനുകൂലമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ബുധനാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. എന്നാൽ കേതു 7 വർഷക്കാലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. ഇപ്പോഴും കേതുദശ അനുഭവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. വളരെ ദുരിതം, വളരെയധികം കഷ്ടത അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമാണ് കേതുദശ 7 വർഷം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വളരെ ശാന്തമായ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ തരുന്ന ശുക്രദശ ഒരു 20 വർഷമുണ്ട്. പക്ഷെ ആ 20 വർഷം അനുകൂല സ്ഥിതി കിട്ടാത്ത ആൾക്കാരുണ്ട്.
അതെന്തുകൊണ്ടാണ് ശുക്രൻ നല്ലതായിട്ട് വന്നില്ല എന്ന് വെച്ചാൽ ശുക്രൻ്റെ സ്ഥിതി വെച്ചും നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഇവർക്ക് ഏഴര ശനി ശനി അങ്ങനെയൊക്കെയുള്ള ശനിദശാകാലം ആ ശനിയുടെ അവസ്ഥ നമ്മുടെ ജാതകത്തിൽ എങ്ങനെയാണെന്ന് നോക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത് അനുകൂലമാകാത്ത എന്താണെന്നൊക്കെ അറിയാൻ. അതുപോലെ ആദ്യത്തെ ദശാകാലം 6 വർഷം എന്ന് പറയുന്നത് വളരെയധികം അലച്ചിലും മാനസിക സംഘർഷങ്ങളും വിഷമതകളും. പക്ഷെ ഇതിനകത്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോലി ഉള്ളവർക്കൊക്കെ അലച്ചിലും കാര്യങ്ങളും വിഷമതകളും ഉണ്ടെങ്കിൽ ജോലി കിട്ടാനും ധനപരമായിട്ടുള്ള വിഷമത വലിയ കഷ്ടമൊന്നുമില്ല, ധനമൊക്കെ ഉണ്ടാകും. പക്ഷെ തടസ്സങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, രോഗാദി ദുരിതങ്ങൾ, ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ആദിത്യ ദശാകാലം. അതുകൊണ്ട് നിങ്ങളുടെ ജാതകം മനസ്സിലാക്കി നിങ്ങൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് ചെറുപ്പം മുതലേ അതിനെ ചിട്ടപ്പെടുത്തി മോൻ ഇന്ന പോലുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് അനുഭവിക്കേണ്ടതെന്നൊക്കെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി വരാമെങ്കിൽ ആ കുട്ടി പൂർണ്ണമായിട്ടും അതിലേക്ക് വന്ന് അത് സൂക്ഷ്മതയോടുകൂടിയൊക്കെ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യനെ മാത്രമല്ല സർവ്വചരാചരങ്ങളെ പോലും സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈമും നമ്മൾ സമയം കണക്കാക്കുന്നു. അതുപോലെ ഒരു കലണ്ടർ, ഒരു പഞ്ചാംഗം എടുത്തട്ടെ, കലണ്ടറിനകത്ത് തന്നെ ഈ ഗ്രഹങ്ങളുടെ പേരൊക്കെയല്ലേ ആഴ്ചകൾക്ക് ഇട്ടിരിക്കുന്നത്. അതുപോലെ സൂര്യോദയം, സൂര്യാസ്തമയം, തിഥികൾ, കർണങ്ങൾ, നിത്യയോഗങ്ങൾ, അങ്ങനെ എല്ലാം തന്നെ ജ്യോതിഷപരമായിട്ടാണ് പഞ്ചാംഗം. അതുപോലെ തന്നെ കലണ്ടറിനകത്തും അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഓരോ നിമിഷവും കടന്നു പോകുന്നത് അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് കലണ്ടർ നോക്കാത്തവരാരുണ്ട്? അപ്പം ഇത് വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ വിശ്വാസമില്ല എന്ന് പറയുന്നവർ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കണം. പഠിച്ച് നല്ല അറിവ് നേടിയിട്ട് വേണം വിശ്വാസമില്ലെന്ന് പറയാൻ. പക്ഷേ അറിവില്ലാതെ ആ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, അറിയാതെ ഒരാൾക്ക് അതിന് വിശ്വാസമില്ലെന്ന് പറയുന്നത് ശരിയല്ല. കാരണം നമ്മുടെ ജീവിതം ഓരോ നിമിഷവും ഗ്രഹങ്ങളുടെ സ്വാധീനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു അറിവ് എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപോലെ നല്ല സമയം വരുമ്പോൾ കൂടുതൽ ഗുണങ്ങൾ നേടാനും നല്ല രീതിയിലുള്ള സമ്പാദ്യങ്ങൾ, അതുപോലെ നല്ല സമയം വ്യാഴത്തിൻ്റെയൊക്കെ അവസാന ഘട്ടത്തിലൊക്കെ ശനിയുടെ ആരംഭമൊക്കെ ആകാറൊക്കെ ആകുമ്പോഴത്തേന് വല്ല ബിസിനസ്സിലോ ഊഹക്കച്ചവടത്തിലോ കൂട്ട് ബിസിനസ്സിലൊക്കെ ചെന്ന് വിടുകയും വ്യാഴത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യും. പിന്നെ ബാധ്യതയോടുകൂടിയാണ് ശനിയിലേക്ക് കിടക്കുന്നത്. അപ്പോഴത്തേക്കിനും ഉള്ള വസ്തുവും പോയി, വീടും പോയി, ജോലിയും പോയി, അങ്ങനെ എല്ലാമായി ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് 19 വർഷം വരെ നമ്മൾ അതിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ടൊന്നും നമുക്ക് ആ ബാധ്യതയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഉടനെ തന്നെ രക്ഷപ്പെടണമെന്ന് വെച്ചില്ല. ബാധ്യത ഉണ്ടാകുന്നത് ഒരു നിമിഷം കൊണ്ടല്ല, എത്രയോ നാളുകൊണ്ടാണ് ബാധ്യതയിലേക്ക് നമ്മൾ വരുന്നത്. നമ്മൾ പോലും അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ ഈ നല്ല അനുഗ്രഹമായ വ്യാഴത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം കിട്ടി സമ്പത്തുമൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് അന്ന് മുതലേ നമ്മൾ ബാധ്യതയിലേക്ക് ലാസ്റ്റിലേക്ക് വരിക. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ആ എന്തൊരു കാര്യത്തിലൊക്കെ ഇറങ്ങിത്തിരിക്കാൻ. അപ്പോൾ ഇന്നത്തെ നക്ഷത്രവിശേഷം മനസ്സിലായല്ലോ. ഇന്നത്തെ നക്ഷത്രം ചതയ നക്ഷത്രമാണ്. 11:36 വിനാഴികയാണുള്ളത്. അതായത് 10:51 വരെ ചതയ നക്ഷത്രമുള്ളൂ. അതുകൊണ്ട് കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ചതയ നക്ഷത്രം എന്ന് മാത്രമായിരിക്കും കലണ്ടറിൽ കാണുന്നത്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഏത് നക്ഷത്രം? പൂരിട്ടാതി നക്ഷത്രം തുടങ്ങും.